നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വിവിധ ഭദ്രാസനങ്ങളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. റാന്നി തപോവൻ അരമനയിൽ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത വൃക്ഷത്തൈ നട്ടു. ജൈവ വൈവിധ്യ സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ, ഡോക്ടർ ജോർജ് കെ അലക്സ്, റവറന്റ് ഏബ്രഹാം വർഗീസ്, റവറന്റ് അരുൺ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ മാരാമൺ റിട്രീറ്റ് സെന്റർ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി സന്ദേശം നൽകി. സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് ഡെബി കെ ജോഷുവ, സഞ്ചാര സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, ട്രഷറർ എബി തോമസ് വാരിക്കാട്, ഇവാഞ്ചലിസ്റ്റ് ഈശോ സി എ, റിട്രീറ്റ് സെന്റർ ഡയറക്ടർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മനു തോമസ്, റവറന്റ് ജോജി ജേക്കബ്, റവറന്റ് റൊണാൾഡ് രാജു, ജോൺസൺ ഏബ്രഹാം, ആനി കോശി, ഇവാഞ്ചലിസ്റ്റ് സെൽവരാജ്, ടിജു എം ജോർജ്, ഡോക്ടർ എ എസ് ഷാജി, ജോൺസൺ ഏബ്രഹാം, മനോജ് മലയിൽ, എസ് ബിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അടൂർ ഹെർമോൺ അരമനയിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ വൃക്ഷത്തൈ നട്ടു. വികാരി ജനറൽ വെരി റവറന്റ് കെ വി ചെറിയാൻ, റവറന്റ് ജോ ജോൺ, ട്രഷറർ ബിനു പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ നേതൃത്വത്തിൽ തായ്ലൻഡിൽ സംഘടിപ്പിച്ച ഏഷ്യയിലെ സഭാപിതാക്കന്മാരുടെയും എക്യുമെനിക്കൽ നേതാക്കന്മാരുടെയും സംഗമത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പങ്കെടുത്തു. ചിയാങ് മൈ പയാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മെയ് 31 മുതൽ ജൂൺ 3 വരെ ചേർന്ന സമ്മേളനത്തിൽ പൂർണ്ണസമയം മെത്രാപ്പൊലീത്ത പങ്കെടുത്തു. മൈഗ്രേഷൻ ഫ്രം ഹോം ലാൻഡ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡയസ്പോറ ചർച്ചസ് ബിയോണ്ട് ദ ബോർഡർ എന്ന വിഷയത്തിൽ മെത്രാപ്പൊലീത്ത പ്രഭാഷണം നടത്തി. മലേഷ്യ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ നീളുന്ന പ്രവാസം സഭയുടെ വളർച്ചയ്ക്ക് പുതിയ സാധ്യതകൾ ഒരുക്കിയതായി മെത്രാപ്പൊലീത്ത പറഞ്ഞു. CCA ജനറൽ സെക്രട്ടറിയായി 10 വർഷം അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ച ശേഷം പദവിയിൽ നിന്ന് പടിയിറങ്ങിയ മാർത്തോമ സഭാ അംഗം ഡോക്ടർ മാത്യൂസ് ജോർജ് ചുന്നക്കരയ്ക്ക് യാത്രയയപ്പ് നൽകിയ സമ്മേളനത്തിലും മെത്രാപ്പൊലീത്ത മുഖ്യ അതിഥിയായി. മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറന്റ് കെ ഗീവർഗീസും ഒപ്പമുണ്ടായിരുന്നു. CBSE മൂല്യനിർണ്ണയവുമായി ഉണ്ടായ പരാതികൾ അതീവ ഗൗരവമുള്ളതാണെന്നും യുവജനങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി സുതാര്യമായ രീതിയിൽ പരീക്ഷകളും മൂല്യനിർണ്ണയവും പുനർക്രമീകരിക്കണമെന്നും മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതിയിൽ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഉത്കണ്ഠാജനകമാണ്. ദേശീയ തലത്തിൽ നടത്തുന്ന മത്സര പരീക്ഷകളുടെ ഘടനയിൽ സമഗ്ര മാറ്റം വേണമെന്ന ആവശ്യം ദീർഘകാലമായി നിലനിൽക്കുന്നു. അന്യായ മാർഗങ്ങളിലൂടെ അർഹരുടെ അവസരം അട്ടിമറിക്കുന്ന എല്ലാ പ്രവണതകളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പരീക്ഷാ സമ്പ്രദായത്തിലെ പരിഷ്കാരങ്ങളിൽ കൂടുതൽ സുതാര്യവും കൃത്യതയും ഉറപ്പുവരുത്തുകയാണ് ആവശ്യമെന്നും മെത്രാപ്പൊലീത്ത ചൂണ്ടിക്കാട്ടി. മാർത്തോമ സഭയുടെ വിവിധ അവാർഡുകൾക്കായി സഭാംഗങ്ങളായ വ്യക്തികളിൽ നിന്നും സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഇടവകകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. മാർത്തോമ മാനവ സേവാ അവാർഡ്, കാർഷിക അവാർഡ്, സ്പോർട്സ്, ഗെയിംസ്, ഡോക്ടറൽ ബിരുദം നേടിയ അധ്യാപകർക്കുള്ള അവാർഡ്, ഹരിത അവാർഡ് എന്നിവയാണ് പ്രധാനം. ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കരസ്ഥമാക്കിയവർക്കുള്ള മാർത്തോമ മെറിറ്റ് അവാർഡ്, സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ഇടവകളിൽ നിന്നും 2026 SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ്, ഗ്രന്ഥരചനയ്ക്ക് വൈദികർക്കും ആത്മായർക്കുമുള്ള അവാർഡ്, സെമിത്തേരി സംരക്ഷണ അവാർഡ് എന്നിവയ്ക്കും അപേക്ഷിക്കാം. ജൂൺ 30-നകം സഭാ സെക്രട്ടറി, മാർത്തോമ സഭാ ഓഫീസ്, തിരുവല്ല എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയക്കണമെന്ന് സഭാ സെക്രട്ടറി റവറന്റ് ഡെബി ടി മാമൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ സഭാതാരകയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന സെറാംപൂർ സർവകലാശാലയുടെ 4 വർഷ BCS കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർവകലാശാല ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഓഗസ്റ്റ് 15 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. അതിരുകൾക്കപ്പുറമുള്ള സ്നേഹ സന്ദേശവുമായി മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സിംഫണോ മെലോഡിയ സംഗീത സന്ധ്യ വേറിട്ട അനുഭവമായി. ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് രക്ഷാധികാരി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. പാട്ടുകൾ ദൈവാനുഭവങ്ങളിലേക്കും പ്രതീക്ഷയിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദി തിരുവല്ല മെയിൽ വോയിസസ് ആൻഡ് കോറൽ സൊസൈറ്റി, കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ചർച്ച് സ്ക്വയർ, അച്ഛൻ മക്കൾ സ്ക്വയർ, ദി മാർത്തോമ കവനന്റ് കൊയർ എന്നിവർ ഗാനങ്ങളും ചെങ്ങന്നൂർ മാവേലിക്കര ക്ലർജി ഫാമിലി സ്പെഷ്യൽ നാടകവും അവതരിപ്പിച്ചു.
പ്രസിഡന്റ് അന്നമ്മ തോമസ്, സെക്രട്ടറി എലിസബത്ത് മാത്യൂസ്, ട്രഷറർ ഷീല എം ഡാനിയൽ, പ്രോഗ്രാം കൺവീനർമാരായ ബിനു തോമസ്, ജോസ്മി തോമസ് എന്നിവർ നേതൃത്വം നൽകി. 2027 മാരാമൺ കൺവെൻഷനിലേക്ക് പുതിയ ഗാനങ്ങൾ ക്ഷണിച്ചു. ഹൃദ്യമായ ആത്മീയ അനുഭവവും സുവിശേഷ ദർശനവും സാമൂഹ്യ അവബോധവും സാഹിത്യ സംഗീത മൂല്യവും വിശ്വാസികൾക്ക് ചേർന്നു പാടുവാൻ കഴിയുന്നതുമായ ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗാനങ്ങളുടെ ഈണവും വരികളും CD, പെൻഡ്രൈവ്, ഇമെയിൽ മുഖേന ജൂലൈ 31 മുൻപായി DSMC ഓഫീസിലേക്ക് അയച്ചു തരേണ്ടതാണ്. പശ്ചാത്തല സംഗീതം ഉണ്ടാകുവാനായിട്ട് പാടില്ല. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനം ജൂലൈ 3 രാവിലെ 7:30 മുതൽ നടത്തും. ഡോക്ടർ യോവാക്കിം മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2:30 മുൻ അധ്യാപക അനധ്യാപക സംഗമം ഒരുക്കും. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.